نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ما كان إبراهيم يهوديا ولا نصرانيا ولكن كان حنيفا مسلما وما كان من المشركين الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ത്യാഗപൂർണമായ ജീവിത മാർഗത്തിൻ്റെയും ആദർശ വ്യതിരക്തതയുടെയും സമർപ്പണത്തിൻ്റെയും എല്ലാം സന്ദേശം നൽകുന്ന ബലിപെരുന്നാൾ നമ്മിലേക്ക് വീണ്ടും കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലേറെ ഗൗരവമായി കൊണ്ട് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടുന്ന, നമ്മൾ നിലനിൽക്കുന്ന ദീനിനോടുള്ള നമ്മുടെ താല്പര്യവും അതിനോടുള്ള കൂറും എത്രത്തോളമുണ്ട് എന്ന് സ്വയം വിലയിരുത്താൻ കഴിയുന്ന ആഘോഷമാണ് യഥാർത്ഥത്തിൽ ബലിപെരുന്നാൾ എന്നത്. നമുക്കറിയാം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിത ചരിത്രം ലോകത്ത് മാതൃകയില്ലാത്ത, പരിപൂർണമായി റബ്ബിലേക്ക് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ ചരിത്രമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ മില്ലത്ത്, അദ്ദേഹത്തിൻ്റെ മാർഗമെന്ന് പറയുന്നത് ഒരു മുസ്ലിം എങ്ങനെയാകണമെന്ന് ലോകത്തുള്ള സകല മനുഷ്യർക്കും പഠിപ്പിച്ചു കൊടുക്കാവുന്ന രൂപത്തിലുള്ള ഒരു ജീവിത മാർഗമാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
വിശുദ്ധ ഖുർആനിൽ ആ പ്രവാചകന്റെ മില്ലത്തിനോട് വെറുപ്പ് കാണിക്കുന്നവർ സ്വന്തം ആത്മാവിനെ വിഡ്ഢികളാക്കിയവനാണ് എന്ന് പഠിപ്പിച്ചത്. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സ. ഖുർആൻ പഠിപ്പിക്കുകയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകനായ ഇബ്രാഹിം നബിയുടെ മില്ലത്ത്, അതിനോട് ആരാണോ വിമുഖതയും വെറുപ്പും കാണിക്കുന്നത് അവൻ സ്വന്തം ശരീരത്തോട് ഏറ്റവും വലിയ അക്രമമാണ് ചെയ്യുന്നത് എന്ന്, അതിനെ വിഡ്ഢിയാക്കുകയാണ് എന്ന്. അതാണ് വിശുദ്ധ ഖുർആൻ പഠിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അതാണ് പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, നമ്മളെല്ലാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പ്രഭാതത്തിലേക്ക് എഴുന്നേൽക്കുന്നത് ആ ഇബ്രാഹിമി മില്ലത്തിലാണ് എന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ്. അസ്ബഹന അലാ ഫിത്രത്തിൽ ഇസ്ലാം വകലിമത്തിൽ ഇഖ്ലാസ് വദീനി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമില്ലത്തി അബീന ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമ. ഞാനിതാ ഇസ്ലാമിൻ്റെ ശുദ്ധമായ പ്രകൃതിയിലേക്ക് ഞാൻ പ്രഭാതത്തിലേക്ക് ആയിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, ഒരു വിശ്വാസി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇബ്രാഹിമി മില്ലത്തിലാണ് എന്ന്. ഒരുപക്ഷെ ആ ഇബ്രാഹിമി മില്ലത്ത് എന്താണ് എന്ന് അറിയാത്തവർ പോലും അവർ അവകാശപ്പെടുന്നത്, സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ഇബ്രാഹിമി മില്ലത്തിലാണ് എന്ന. മാത്രമല്ല, ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ അവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെയും നമ്മൾ ഇബ്രാഹിമി സ്വലാത്താണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നമസ്കാരങ്ങളിൽ നമ്മൾ അത് ചൊല്ലുകയാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാർഗത്തിലാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ എന്ന് ഓരോ പ്രഭാതത്തിലും അവനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ആ ഇബ്രാഹിമി മില്ലത്തിലാണോ പ്രിയമുള്ളവരെ? ലോകത്ത് കഴിഞ്ഞുപോയ പല സമൂഹങ്ങളും അവർ അവകാശപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ ഇബ്രാഹിമി മില്ലത്തിലാണ് എന്ന്. കഴിഞ്ഞുപോയ എല്ലാ ആളുകളും, ജൂതന്മാർ അവകാശപ്പെട്ടിട്ടുണ്ട്, ക്രൈസ്തവർ അവകാശപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോൾ അവിടെയുണ്ടായിരുന്ന മക്കയിലെ മുശ്രിക്കുകളും ഇതേ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ് എന്ന്. എന്നാൽ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അവകാശവാദത്തെ മുഴുവൻ നിരാകരിക്കുകയും നിങ്ങളൊക്കെ കേവലം അവകാശവാദികൾ മാത്രമാണ്, നിങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഇബ്രാഹിമി മില്ലത്തിൽ അല്ല എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. മാ കാന ഇബ്രാഹിമു യഹൂദിയ്യൻ വലാ നസ്റാനിയ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ വമാ കാന മിനൽ മുശ്രിക്കീൻ. ആണോ ഖുർആൻ പഠിപ്പിക്കാൻ, മാ കാന ഇബ്രാഹിം യഹൂദിയ്യൻ വലാ നസ്റാനിയ. ഇബ്രാഹിം അലൈഹിസ്സലാം യഹൂദിയല്ല, ക്രൈസ്തവനല്ല. അവരൊക്കെ അവകാശപ്പെട്ടതാണ്, ഞങ്ങളുടെ പ്രവാചകനാണ് ഇബ്രാഹിം നബി, ഞങ്ങളുടെ പ്രവാചകനാണ് ഇബ്രാഹിം നബി എന്ന് യഹൂദികളും ക്രൈസ്തവരും ഒക്കെ അവകാശപ്പെട്ടവരാണ്. അല്ലാഹു പറയാണ്, നിങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയല്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ, ഋജുമനസ്കനായ ഹനീഫായ പരിപൂർണമായി റബ്ബിലേക്ക് കീഴൊതുങ്ങിയ മുസ്ലിമാണ്. ഇനി മുശ്രിക്കുകൾ വാദിച്ചിരുന്ന വാദമാണ് ഞങ്ങളുടെ നേതാവാണ് ഇബ്രാഹിം നബി. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയുടെ വലിയ വിഗ്രഹം ഉണ്ടാക്കി ഒരു കഅബയുടെ ഉള്ളിൽ വെച്ചത്. അതിനും അല്ലാഹു മറുപടി പറയുകയാണ്, വമാ കാന മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം മുശ്രിക്കുകളിൽപ്പെട്ട വ്യക്തിയുമായിരുന്നില്ല. കണ്ടോ? അപ്പൊ അവകാശവാദം ഉന്നയിച്ചത് കൊണ്ട് കാര്യമില്ല.
അവകാശവാദം പ്രിയമുള്ളവരെ നമ്മളും അവകാശപ്പെടുന്നുണ്ട്. നമ്മളൊക്കെ ഇബ്രാഹിം നബിയുടെ ആളാണ്. ആ ഇബ്രാഹിം നബിയെ പിൻപറ്റിയിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, ഇന്ന ഔലന്നാസി ബിഇബ്രാഹീമ, ഇബ്രാഹിം നബിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏറ്റവും ബന്ധമുള്ള പ്രവാചകൻ ലല്ലദീനത്തബഊഹു വഹാദൻ നബിയ്യു, ഇബ്രാഹിം നബിയോട് ഏറ്റവും ബന്ധമുള്ള ആളുകൾ ആരാണ്? ലല്ലദീനത്തബഊഹു, ഇബ്രാഹിം നബിയെ പിൻപറ്റിയ ആളുകളാണ്. വഹാദൻ നബിയ്യു, ഈ പ്രവാചകനുമാണ്, അഥവാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമുമാണ്. കണ്ടോ, ഇബ്രാഹിം നബിയോട് ഏറ്റവും നല്ല ബന്ധമുള്ളവരാരാണ്? അദ്ദേഹത്തെ പിൻപറ്റിയവരാണ്. ഈ പിൻപറ്റലാണ്, അവകാശവാദം കൊണ്ട് കാര്യമില്ല, പിൻപറ്റുക എന്നുള്ള കർമ്മമാണ് നമ്മൾ ചെയ്യേണ്ടത്. വഹാദൻ നബിയു, ഈ പ്രവാചകനുമാണ്. വല്ലദീന ആമനൂ, ഈ പ്രവാചകനിൽ വിശ്വസിച്ച ആളുകളുമാണ്. വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, അല്ലാഹു മുഅ്മിനുകളായ ആളുകളുടെ, സത്യവിശ്വാസികളായ ആളുകളുടെ രക്ഷാധികാരിയാണ്. കണ്ടോ, വല്ല പറയാണ് ഇബ്രാഹിം നബിയോട് ഏറ്റവും ബന്ധമുള്ള ആളുകൾ ജൂതനല്ല, ക്രൈസ്തവനല്ല, മുശ്രിക്കല്ല, അദ്ദേഹത്തെ പിൻപറ്റിയ ആളുകളും ഈ പ്രവാചകനും അഥവാ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ പ്രവാചകനിൽ വിശ്വസിച്ച ആളുകളുമാണ്. എന്ന് വെച്ചാൽ നമ്മളാണ്, സഹാബത്ത് മുതലുള്ള ഇങ്ങോട്ടുള്ള ആളുകളാണ്. അവരാണ് ഇബ്രാഹിം നബിയെ സ്വീകരിച്ചവരുടെ മില്ലത്ത് അവകാശപ്പെടാൻ അർഹതയുള്ളവരെന്ന. അതെങ്ങനെയാണ് ആ മില്ലത്ത് പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കുക? അതാണ് പിൻപറ്റുക എന്നുള്ള കർമ്മം ചെയ്യുമ്പോഴാണ്. പ്രവാചകനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പിൻപറ്റുമ്പോഴാണ് നമ്മളും ആ മില്ലത്ത് അവകാശപ്പെടാൻ അർഹതയുള്ളവരാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റാൻ കഴിയണം. പക്ഷേ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലതത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ ദിറാഅൻ ബിദിറാഇ, ചാണിന് ചാണായി മുഴത്തിന് മുഴമായി എൻ്റെ സമുദായം അവർ പിൻപറ്റുക തന്നെ ചെയ്യും. മുൻകാലക്കാരായ ആളുകളെ കണ്ടോ, മുൻപ് കഴിഞ്ഞു പോയ ജനപദത്തെ എൻ്റെ സമുദായം പിൻപറ്റുക തന്നെ ചെയ്യും. ലതത്തബിഅന്ന, പിൻപറ്റുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. സനന മൻ കാന ഖബ്ലകും, അവർക്ക് മുമ്പുള്ള ആളുകളുടെ ചര്യകളെ, ശിബ്റൻ ബിശിബ്രിൻ ദിറാഅൻ ബിദിറാഇൻ, ചാണിന് ചാണായി മുഴത്തിന് മുഴമായി, ഹത്താ ലൗ ദഖലു അലാ ജുഹരി ളിബ്ബിൻ ലതബിഅതുമൂഹും, അവർ ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു വീണ്ടും വിചാരവുമില്ലാതെ അവരുടെ പിറകെ എൻ്റെ സമുദായം ആ മാളത്തിലേക്ക് കയറിപ്പോകും. ഒരു ചിന്താലോചന ഉണ്ടാകൂല. ജൂതനെയും ക്രൈസ്തവനെയും എൻ്റെ സമുദായം പിൻപറ്റുന്ന മുൻകാലക്കാരായ ആളുകൾ അവരാണ്. ജൂതനും ക്രൈസ്തവനും മുശ്രിക്കുകളും അവരൊക്കെ പിൻപറ്റു എൻ്റെ സമുദായം. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖിയാമത്ത് സംഭവിക്കില്ല, ലാ തഖൂമുസ്സആ, അന്ത്യദിനം സംഭവിക്കുകയില്ല, ഹത്താ തൽഹഖ ഖബായിലും മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എൻ്റെ സമുദായത്തിൽപ്പെട്ട ചില ആളുകൾ, ഒരു വിഭാഗം ആളുകൾ കണ്ടോ, എൻ്റെ സമുദായത്തിൽപ്പെട്ട ചില വിഭാഗം ആളുകൾ അവർ മുശ്രിക്കുകളുമായി കൂടിച്ചേരാതെ. സുഹൃത്തുക്കളെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദർശത്തിന്റെ മകുടോദാഹരണമാണ് അല്ലേ? അദ്ദേഹം ലോകജനങ്ങളെ പഠിപ്പിച്ചത് എന്താണ്? ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്നാണ്. തൻ്റെ കുടുംബത്തിൽ നിന്ന് തുടങ്ങി, സമൂഹത്തിൽ നിന്ന് തുടങ്ങി, ഭാണ്ഡവും കയ്യിൽ ഒരു വടിയും പിടിച്ചുകൊണ്ട് ലോകത്തിലൂടെ സഞ്ചരിക്കുകയാണ്, ഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ്. എന്നിട്ടിങ്ങനെ ഇറങ്ങി നിൽക്കുന്നിടത്തുനിന്നൊക്കെ ആളുകളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകനാണ്. ആ പ്രവാചകന്റെ അനുയായികൾ എന്ന് പറയുന്ന ആളുകൾ, അവകാശപ്പെടുന്നവർ, പക്ഷെ ആ പ്രവാചകനോട് തേടുന്ന രൂപത്തിലേക്ക് എത്തിപ്പെടുകയാണ്. അവർ ഇബ്രാഹിം നബിയോട് തേടി. ജൂതരും ക്രൈസ്തവരും ഇബ്രാഹിം നബിയെയും അതുപോലെ തന്നെ മക്കയിലെ മുശ്രിക്കുകളും ഇബ്രാഹിം നബിയെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെ അവസ്ഥ എന്താണ്? അവർ പ്രവാചകനോട് തേടുകയാണ്. അവർ പ്രവാചകനോട് തേടുകയാണ്. ഔലിയാക്കളെന്ന് ജൽപ്പിക്കപ്പെടുന്ന ആളുകളോട് തേടുകയാണ്. ഖബറുകൾ കെട്ടിപ്പൊക്കുകയാണ്, അവിടെ പൂമൂടുകയാണ്, അവിടെ തവാഫ് ചെയ്യുകയാണ്, അവിടെ ജാറം മൂടുകയാണ്,
അവിടേക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയാണ്. അവിടെ അതാ ബലികർമ്മങ്ങൾ നിർവഹിക്കുകയാണ്. അവിടെ തൊട്ടുമുത്തുകയാണ്. ആ നിലക്ക് ഉറൂസുകളും നേർച്ചകളും വഴിപാടുകളും നടത്തപ്പെടുകയാണ്. ആരാണ് ഈ സമുദായം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്നവരാണ്. ഓരോ പ്രഭാതത്തിലും ഞാൻ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ് എന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്നവനാണ്. അല്ലേ? അവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. അള്ളാഹുവിനോട് മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകന്മാരുടെ ആ ചര്യകളെ മുഴുവൻ, ആ പാരമ്പര്യത്തെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞുകൊണ്ട് ശിർക്കിന്റെ അനുയായികളായി ശിർക്കിന്റെ ഭാഗത്തേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജന്മമെടുത്ത മനുഷ്യരായ ആളുകൾ അവരാണ് സ്രഷ്ടാവ് എന്ന് പോലും പറയുന്ന, അവരാണ് നിയന്ത്രിക്കുന്നവർ എന്ന് പോലും പറയുന്ന ഏറ്റവും കുഫ്രൻ വിശ്വാസത്തിലേക്ക് മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ വഴിമാറിപ്പോവുകയാണ്. കണ്ടോ? സ്വന്തം ശരീരവും സ്വന്തം ജീവനും പോലും രക്ഷപ്പെടുത്താൻ കഴിയാത്ത ആളുകൾ അവരാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്. സുഹൃത്തുക്കളെ, എന്ത് അവകാശമുണ്ട് ഇബ്രാഹിം നബിയുടെ പേര് പറയാൻ? എത്ര ആളുകളാണ് അല്ലേ? അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യണം. നിങ്ങളേത് പ്രവാചകന്മാരുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കൂ. എല്ലാ പ്രവാചകന്മാരും ജനങ്ങളോട് പറഞ്ഞ ഒരേ ഒരു കാര്യം എന്താണ്? യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. ഓ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അവനല്ലാതെ നിങ്ങൾക്കൊരു ആരാധ്യനും ഇല്ല തന്നെ. എല്ലാ പ്രവാചകന്മാരും ഇതാ പഠിപ്പിച്ചത്. സ്വലുമാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും ജനങ്ങളെ പഠിപ്പിച്ച ഏറ്റവും ശ്രേഷ്ഠമായ വാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, ഈ ആദർശാണ്. പക്ഷെ ആ പ്രവാചകന്മാരുടെ പാരമ്പര്യം അവകാശപ്പെടാൻ ഇന്നത്തെ മുസ്ലിം സമുദായത്തിലുള്ള ഭൂരിഭാഗം ആളുകൾക്കും അർഹതയില്ല. എത്രയെത്ര ശിർക്കൻ വിശ്വാസങ്ങളാണ്. പടച്ചറബല്ലാത്തവരോട് തേടുകയാണ്, പടച്ചറബ് കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കുകയാണ് എന്ന വാദം. ഇതേ വാദം തന്നെയാണ് ലോകത്ത് കടന്നു വന്ന സകല മനുഷ്യരും സകല ശിർക്കൻ വിശ്വാസങ്ങളും വെച്ചു പുലർത്തിയിരുന്ന ആളുകൾ പറഞ്ഞിരുന്ന വാദം അതാണ്. അതുകൊണ്ടല്ലേ അവരുടെ തൽബിയത്ത് ഇന്നിതാ ഹാജിമാര് നമ്മുടെ എല്ലാം പ്രതിനിധികളായി കൊണ്ട് മക്കാ രാജ്യത്തേക്ക് കഅബാലയത്തിന്റെ അടുക്കലേക്ക് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി കടന്നുപോയ എല്ലാ ഹാജിമാരും വിളിക്കുന്ന ഒരു തൽബിയത്തുണ്ട്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. സുഹൃത്തുക്കളെ, ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം തുടങ്ങിയിട്ടുള്ള തൽബിയത്താണ്. എന്നാൽ മക്കയിലെ മുശ്രിക്കുകളും ഈ തൽബിയത്ത് ചൊല്ലിയിട്ടുണ്ട്. അവരുടെ തൽബിയത്തിന്റെ പ്രത്യേകത എന്താണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞാനിതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക, നിനക്കൊരു പങ്കുകാരനുമില്ല റബ്ബേ. ഇവിടെ എത്തുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, നിർത്തു, ഇതിന്റെ അപ്പുറം നിങ്ങൾ പറയരുത്. പക്ഷെ അവർ നിർത്തിയില്ല. അവർ പറഞ്ഞു, ഇല്ല ശരീക്കൻ, ഒരു പങ്കാളിയല്ലാതെ, ഹുവലക, ആ പങ്കാളി റബ്ബേ നിനക്കുള്ളതാണ്, തംലിക്കുഹു, ആ പങ്കാളിയെ നീയാണ് ഉടമപ്പെടുത്തുന്നത്, വമാ മലക, ആ പങ്കാളിക്ക് എന്തൊക്കെ കഴിവുണ്ടോ ആ കഴിവും പടച്ച റബ്ബേ നീ കൊടുത്ത കഴിവാണ്. അതന്നെ മക്കയിലെ മുശ്രിക്കുകൾ തൽബിയത്ത് ചൊല്ലിയത്. എന്നാൽ മുഅ്മിനിന്റെ തൽബിയത്ത് എന്താണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞാനിതാ വന്നിരിക്കുന്നു, നിനക്കൊരു പങ്കുകാരനുമില്ല, സർവസ്തുതിയുടെയും ഉടമ നീയാണ് റബ്ബേ. അല്ലേ? അതാണ് വിശ്വാസിയുടെ തൽബിയത്ത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലുള്ള ഭൂരിഭാഗം ആളുകളുടെ വിശ്വാസം എന്താണ്? അള്ളാഹ് കൊടുത്ത കഴിവെന്ന് ചോദിക്കുന്നു. അതിനെ ശിർക്ക് എന്ന് പറയുന്നത്. യഅലം, ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, നിങ്ങൾ അറിയണം, ലൈസ ഫിൽ ആലമി അഹദുൻ, ലോകത്തൊരാളും കഴിഞ്ഞു പോയിട്ടില്ല, യുസാവിഹി ഫിൽ വുജൂദി വൽ ഖുദ്റതി വൽ ഇൽമി വൽ ഹിക്മ, അല്ലാഹുവിനെ പോലെ അറിവും അല്ലാഹനെ പോലെ കഴിവും അല്ലാഹനെ പോലെ ശക്തിയും അല്ലാഹനെ പോലെ ദാത്തമുള്ള മറ്റൊരു ശക്തി ലോകത്തുണ്ട് എന്ന് ലോകത്തൊരാളും വിശ്വസിച്ചിട്ടില്ല. പിന്നെ എന്തേ വിശ്വസിച്ചത്?
അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള ഇടയാളന്മാർ, അള്ളാഹ് കൊടുത്ത കഴിവുള്ള മുഅ്ജിസത്തുള്ള കറാമത്തുള്ള അങ്ങനെയുള്ള ആളുകൾ, അവർ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് അവരോട് തേടാം. അങ്ങനെ വിശ്വസിച്ചവരാ ലോകത്തുണ്ടായിട്ടുള്ളൂ. ആ വിശ്വാസമല്ല എന്നുള്ളത്. പിന്നെ ഈ നമസ്കാരങ്ങൾക്കും ഈ നോമ്പുകൾക്കും ഈ ഹജ്ജിനും ഈ പെരുന്നാളാഘോഷത്തിനും ഇതിനൊക്കെ എന്താ അർത്ഥമുള്ളത് പ്രിയമുള്ളവരെ? ഇബ്രാഹിം നബിയുടെ പേര് പറയാൻ അർഹതല്ല. ഇനിയോ തീർന്നില്ല. അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ലോകത്തോട് വിട പറയാൻ കാരണമായ രോഗബാധിതനായപ്പോൾ അവിടുത്തെ ബോധം ഇടക്ക് ക്ഷയിക്കുന്നു, ബോധം തിരിച്ചു വരുന്നു. ബോധം തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ മുഖത്തിട്ട ആ പുതപ്പ് മാറ്റിക്കൊണ്ട് തന്റെ സഹാബത്തിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ലഅനത്തുല്ലാഹിൽ യഹൂദ വന്നസ്വാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. ജൂത ക്രൈസ്തവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കാരണം എന്താ? അവർ അവരുടെ അമ്പിയാക്കളുടെ ഖബറുകളെ സുജൂദ് ചെയ്യുന്ന കേന്ദ്രമാക്കി. അത് ജൂതന്റെ സ്വഭാവമാണ്, അത് ക്രൈസ്തവന്റെ സ്വഭാവമാണ്. സഹോദരങ്ങളെ, അതേ സ്വഭാവമാണ് ഇന്ന് മുസ്ലിം സമുദായത്തിലുള്ളത്. അവർ അമ്പിയാക്കളുടെ ഖബറാ കെട്ടിപ്പൊക്കിയത്, അവർ അമ്പിയാക്കളുടെ ഖബറിന്റെ അടുത്താ സുജൂദ് ചെയ്തത്. നമ്മുടെ നാട്ടിൽ ആരാണെന്നറിയില്ല, വ്യക്തിയുണ്ടോ എന്നറിയില്ല, മനുഷ്യനാണോ എന്നറിയില്ല, മൃഗമാണോ എന്നറിയില്ല. അങ്ങനെയുള്ള ഖബറിന്റെ അടുക്കൽ പോയി സുജൂദ് ചെയ്യുകയാണ്, അവിടെ തവാഫ് ചെയ്യാണ്. അവരെക്കാൾ ഒരുപടി മുന്നിലാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹത്താ ലൗ ദഖലു അലാ ജുഹരി ദിബ്ബിൻ ലതബിഅതുമൂഹും. ആ ജൂതരും ക്രൈസ്തവരും അവർ ഒരു മാളത്തിൽ പ്രവേശിച്ചാൽ ഒരു വീണ്ടും വിചാരവുമില്ലാതെ അവരുടെ പിറകെ അങ്ങ് എന്റെ സമുദായം കയറിപ്പോകും. അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? അതാ നടക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ വിശ്വാസം നന്നാകണം. ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണെന്ന് അവകാശപ്പെടുമ്പോൾ ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ രൂഢമൂലമാകണം. ആ റബ്ബിലേക്ക് മാത്രം ഹൃദയത്തെ കേന്ദ്രീകരിക്കണം. ആ റബ്ബിനോട് മാത്രം തേടണം. ആരാധനയുടെ ഏത് വശങ്ങളുണ്ടോ അത് മുഴുവൻ റബ്ബിലേക്ക്, ആ റബ്ബിലേക്ക് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഇബ്രാഹിം നബിയുടെ മാതൃക. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ആ പ്രവാചകനായ ഇബ്രാഹിം നബിയോട് പടച്ച റബ്ബ് പറയുകയാണ്, അസ്ലിം, പരിപൂർണമായി റബ്ബിലേക്ക് ഇബ്രാഹിമെ അങ്ങ് കീഴൊതുങ്ങുക. 100% കീഴൊതുങ്ങണം റബ്ബിലേക്ക്. അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിലേക്ക് ഞാൻ ഇതാ കീഴൊതുങ്ങിയിരിക്കുന്നു. അതാണ് ഇബ്രാഹിം നബിയുടെ മാതൃക. എന്ന് വെച്ചാൽ പ്രവാചകനായ ആ ഇബ്രാഹിം നബി റബ്ബിലേക്ക് പൂർണ്ണമായി കീഴൊതുങ്ങി. എന്നിട്ട് അള്ളാഹുവിന്റെ ദീന് പ്രബോധനം നടത്തി, പ്രഖ്യാപിച്ചു. തന്റെ കുടുംബത്തിൽ, തന്റെ സമൂഹത്തിൽ, തന്റെ നാട്ടിൽ എല്ലാവരും ഉറക്കെ പ്രഖ്യാപിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇന്നാ ബുറആഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, നിങ്ങൾ അള്ളാഹ്ക്ക് പുറമെ ആരാധന നിർവഹിക്കുന്നതിൽ ഞാൻ ഒഴിവാണ്. കണ്ടോ, നിങ്ങൾ ഈ പടച്ചോനല്ലാത്തവരോട് ആരാധന നടത്തില്ല, ഇന്ന് ഞാൻ ഒഴിവാണ്. അല്ല അങ്ങനെ മെല്ലെ മെല്ലെ അതിനോട് ഇങ്ങനെ ചാരിക്കുക, അല്ലേ? ഞാനെങ്ങാനും വേറെ ഈ ഒരു തൗഹീദിന്റെ ആളാണെന്ന് അറിയപ്പെടുമോ എന്നിങ്ങനെ പേടിച്ചിട്ട് അതിനൊപ്പം ചാഞ്ഞിക്കുക, അതിൻ്റെപ്പം ചാഞ്ഞിക്കുക. ആ പണിയൊന്നും ഇബ്രാഹിം നബി ചെയ്തിട്ടില്ല. ആദർശത്തിൽ ഇഖ്ലാസ് കാത്തു സൂക്ഷിച്ചു. അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിൽ ഇഖ്ലാസ് കാത്തു സൂക്ഷിച്ചു. അള്ളാഹിന്റെ ദീൻ അള്ളാഹ് എന്ത് പറഞ്ഞോ അതാണ് അതാണ് ജീവിതത്തിൽ പകർത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മകനെ അറുക്കാൻ കൊണ്ടുപോയി, ഒരു സ്വപ്ന ദർശനം മാത്രം ഉണ്ടായത്. ഒരു സ്വപ്ന ദർശനം, പ്രവാചകന്മാർക്ക് ഉണ്ടാകുന്ന സ്വപ്നം അത് വഹയാണ് എന്ന ഒരു സ്വപ്നമുണ്ടായപ്പോഴേക്ക് മകനെ അറുക്കാൻ കൊണ്ടുപോവുകയാണ്. ജീവിതത്തിന്റെ ഏത് രംഗെടുത്ത് നോക്കി, അല്ലേ? അള്ളാഹുവിലേക്ക് പരിപൂർണമായി സമർപ്പിക്കാൻ അദ്ദേഹം തയ്യാറായി. നമ്മളോ സുഹൃത്തുക്കളെ, നമ്മൾ അള്ളാഹുവിലേക്ക് എന്താ സമർപ്പിക്കാൻ തയ്യാറായത്? നമ്മളെല്ലാ നിസ്കാരത്തിലും പറയുന്നുണ്ട്, ഇന്ന സ്വലാത്തി വനുസുകി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നമസ്കാരം, എൻ്റെ ബലികർമ്മങ്ങൾ, വമഹയായ എൻ്റെ ജീവിതം, വമമാതി എൻ്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാണ്. നമ്മളെല്ലാവരും പറയുന്നുണ്ട്, വെറുതെ പറയാണ്. നമ്മുടെ ജീവിതം പടച്ച റബ്ബിനാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ?
ജീവിതം അള്ളാഹുവിലേക്ക് സമർപ്പിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലേ? നമ്മളോ? അതുകൊണ്ടാണ് ജൂതനല്ല, ക്രൈസ്തവനല്ല, ഈ ഇബ്രാഹിം നബിയുടെ മില്ലത്തിന്റെ ഒരു പാരമ്പര്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. അവർക്ക് അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വേദഗ്രന്ഥത്തോടുള്ള അവരുടെ സമീപനം. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മസലുല്ലദീന ഹമ്മിലുത് തൗറാത്ത് സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. വിശുദ്ധ ഖുർആൻ ഈ ജൂതന്മാരെയാണ് ഖുർആനിൽ പരിചയപ്പെടുത്തിയത്. തൗറാത്ത് ലഭിക്കപ്പെട്ടിട്ട് ആ തൗറാത്തിന്റെ അകത്തുള്ളത് എന്ത് എന്ന് പഠിക്കാൻ തയ്യാറാകാതെ കഴുത ഭാണ്ഡം ചുമക്കുന്നത് പോലെ തൗറാത്ത് വഹിച്ച് നടന്നവരാണ് അവർ. കണ്ടോ? നമ്മളോ? ഖുർആൻ ലഭിക്കപ്പെട്ടിട്ട് അതിന്റെ അകത്ത് എന്താണെന്ന് നമ്മളും പഠിച്ചിട്ടില്ല. അത് ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. وَمِنْهُمْ أُمِّيُّونَ لَا يَعْلَمُونَ الْكِتَابَ إِلَّا أَمَانِيَّ وَإِنْهُمْ إِلَّا يَظُنُّونَ. ഖുർആൻ ജൂതനെ കുറിച്ച് പറയാണ്, അവർക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥത്തെക്കുറിച്ച് ചില ഊഹാപോഹങ്ങളും വ്യാമോഹങ്ങളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് പഠിച്ചില്ല. നമ്മളും പഠിച്ചിട്ടില്ലല്ലോ, ഖുർആന് പഠിക്കണമല്ലോ, താല്പര്യമില്ല. പിന്നെ നമ്മൾക്ക് എന്ത് മില്ലത്ത് അവകാശപ്പെടാൻ അർഹതയുണ്ട്? ജൂതന്റെ അതേ പാരമ്പര്യം മുസ്ലിം സമുദായത്തിന്. വേദഗ്രന്ഥം പഠിച്ചില്ല. വേദഗ്രന്ഥം കഴുത ഭാണ്ഡം ചുമക്കുന്നത് പോലെ ഏറ്റി നടന്നു. അത് മുസ്ലിം സമുദായം ചെയ്യുമ്പോ സുഹൃത്തുക്കളെ, അവരും ആ ജൂതന്റെ പാരമ്പര്യത്തിലാണ്. ഇനി നോക്കൂ, നിങ്ങൾ അവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു സംസാരമുണ്ട്. ഇത്തഖദൂ അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാഹ്. അവരുടെ പാതിരിമാരെ, അവരുടെ പുരോഹിതന്മാരെ അവർ റബ്ബുകളാക്കി സ്വീകരിക്കുകയാണ്. അരി ജൂതന്മാരും ക്രൈസ്തവരും അവരുടെ പാതിരിമാരെയും പുരോഹിതന്മാരെയും റബ്ബുകളാക്കി. ഈ ആയത്തിറങ്ങിയപ്പോൾ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു, അദ്ദേഹം അവരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഓ നബിയേ, ഇന്നാ ലസ്നാ നഅബ്ദുഹും, ഞങ്ങൾ അവരെ ഒന്നും ആരാധിക്കാറില്ലല്ലോ നബിയേ. ഈ ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, നബിയേ, ഖുർആൻ പറയുന്നു അവരുടെ പുരോഹിതന്മാരുടെയും പാതിരിമാരെയും അവർ റബ്ബുകളാക്കി. ഞങ്ങളൊന്നും അവരിൽ ജൂതനാകുമ്പോൾ ക്രൈസ്തവനാകുമ്പോൾ ഞങ്ങളൊന്നും അവർ ആരാധിച്ചിട്ടില്ലല്ലോ നബിയെ. പിന്നെന്താ അങ്ങനെ ആയത്തിറങ്ങിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുകയാണ്, അലൈസ യുഹർരിമൂന മാ അഹല്ലല്ലാഹു ല ഫതുഹർരിമൂനഹു. കണ്ടോ? അലൈസ യുഹർരിമൂന മാ അഹല്ലല്ലാഹ്, അള്ളാഹു അനുവദിച്ച ഒരു കാര്യം നിങ്ങളുടെ പാതിരിമാരും പുരോഹിതന്മാരും ഹറാമാണെന്ന് പറഞ്ഞാൽ ഫതുഹർരിമൂനഹു, നിങ്ങൾ അതിനെ ഹറാമായി കാണാറില്ലേ? അള്ളാഹ് അനുവദിച്ചൊരു കാര്യം അത് നിങ്ങളുടെ പാതിരിമാരും പുരോഹിതന്മാരും ഹറാമാണ് കാരണം നിങ്ങൾ അതിനെ ഹറാമായിട്ടല്ലേ കാണുക. അല്ല, എന്റെ പടച്ചോ അത് ഹലാലാക്കിയിട്ടുണ്ട്, നിങ്ങൾ പറയണത് ഞങ്ങൾ കേൾക്കൂല, വിശ്വസിക്കൂല എന്ന് പറയാറുണ്ടോ? ഇല്ല. വീണ്ടും ചോദിക്കുകയാണ്, അള്ളാഹു നിങ്ങൾക്ക് ഹറാമാക്കിയ ഒരു കാര്യം, അള്ളാഹു നിങ്ങൾക്ക് ഹറാമാക്കിയ ഒരു കാര്യം നിങ്ങളുടെ പുരോഹിതന്മാർ ഹലാലാക്കിയാൽ അതിനെ നിങ്ങൾ ഹലാലായി കാണാറില്ലേ? അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. അള്ളാഹ് ഹലാലാക്കിയ കാര്യം പുരോഹിതന്മാർ ഹറാം പറഞ്ഞാൽ അത് ഹറാമായി കാണും. അള്ളാഹ് ഹറാമാക്കിയ കാര്യം പുരോഹിതന്മാർ ഹലാലാണ് എന്ന് പറഞ്ഞാല് അത് ഹലാലായി കാണും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഫതിൽക ഇബാദത്തുഹും, ഇത് തന്നെയാണ് അവരോടുള്ള നിങ്ങളുടെ ഇബാദത്ത്. ഇതല്ലേ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ? അല്ലേ? അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്നാ ഖുർആൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ പ്രവാചകനെ പിൻപറ്റണമെന്നാ ദീന് പഠിപ്പിച്ചത്. അപ്പൊ പറയാ പുരോഹിതന്മാര് അല്ല, നമ്മുടെ പൂർവ്വപിതാക്കളുണ്ട്, നമ്മുടെ പണ്ഡിതന്മാരുണ്ട്, നമ്മുടെ പുരോഹിതന്മാരുണ്ട്, ഓലൊക്കെ പറയണ നമ്മൾ കേൾക്കേണ്ടത് ഉണ്ടോ? ഇതേ ഏർപ്പാടാണ് ജൂതന്റെ, അതേ ഏർപ്പാടാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ മുസ്ലിം സമുദായത്തിലുള്ള ഭൂരിഭാഗം ആളുകൾക്കുള്ളത്. അവർക്കൊന്നും മില്ലത്ത് അവകാശപ്പെടാൻ ഒരു അർഹതയുമില്ല. മാത്രമല്ല, അവരുടെ പ്രത്യേകത എന്താണ്? അവർ ദീന് കേൾക്കാത്തവരല്ല. ജൂതന്മാർ ദീന് കേൾക്കാത്തവരല്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നവർ ദീന് കേൾക്കും. എന്നിട്ട് അവർ പറയും, സമിഅനാ, നബിയെ ഞങ്ങളിതാ കേട്ടിരിക്കുന്നു.
വഅസൈനാ, പക്ഷെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറില്ല, ഞങ്ങൾ ധിക്കരിച്ചിരിക്കുന്നു. വിശ്വാസികൾ എന്താ പറയാ? ദീന് കേൾക്കും, വസമിഅനാ, അവർ പറയും ഞങ്ങളിതാ കേട്ടിരിക്കുന്നു, വഅതഅനാ, ഞങ്ങളിതാ അനുസരിച്ചിരിക്കുന്നു. ദീനിന്റെ ഒരു കാര്യം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്താൽ വിശ്വാസികൾ പറയും നബിയെ ഞങ്ങളിതാ കേട്ടു അനുസരിച്ചു. ജൂതരും ക്രൈസ്തവരും മുനാഫിക്കുകളൊക്കെ എന്താ പറയാ? ഞങ്ങൾ കേട്ടു ശരിയാണ്, പക്ഷെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ റെഡിയില്ല. ഈ സമീപനല്ലേ നമുക്കുള്ളത്? ഈ സമീപനല്ലേ ഉള്ളത്? അള്ളാന്റെ ദീനൊരു കാര്യം പറഞ്ഞാല് സുഹൃത്തുക്കൾ നമ്മൾ കേൾക്കാറുണ്ടോ? നമുക്ക് വല്ല മാറ്റം ഉണ്ടാകാറുണ്ടോ? ഇല്ല. ഈ സമീപനാണ്. നമ്മൾ കേൾക്കാൻ റെഡിയാണ്. എല്ലാ വെള്ളിയാഴ്ചയും കുത്തുവെക്കാനും ദീന് കേൾക്കാനൊക്കെ ഉണ്ടാകും. അപ്പൊ അതൊക്കെ ജൂതന്റെ സ്വഭാവമാണ്. എന്ന് വെച്ചാൽ പേര് മുസ്ലിമും മില്ലത്ത് ഇബ്രാഹിം നബിയുടെ അവകാശപ്പെടലും സംസ്കാരവും രീതികളൊക്കെ വിശ്വാസങ്ങളൊക്കെ ജൂതന്റെ സ്വഭാവം. എന്നിട്ട് നമ്മൾ ഇസ്രായേലിനെതിരുമാണ്. അവിടെയാണ് നമുക്ക് മാറ്റം ഉണ്ടാകേണ്ടത്. അവിടെ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജൂതനെയും ക്രൈസ്തവനെയും എൻ്റെ സമുദായം അവർ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി അവർ പിൻപറ്റുന്ന. ആരാണ് സുഹൃത്തുക്കളെ ജന്മദിനാഘോഷം കൊണ്ടുവന്നത്? നിങ്ങൾ ആലോചിച്ചു. ബർത്ത്ഡേ പാർട്ടികൾ മുസ്ലിം സമുദായത്തിൽ നടത്തണമായിട്ട് ഇപ്പൊ ക്രൈസ്തവർ നടത്തലില്ല എന്നാ നമ്മൾ മനസ്സിലാക്കണേ. കേക്ക് മുറിക്കലും അല്ലേ, എന്നിട്ട് അതിങ്ങനെ വാട്സപ്പിലും ഫേസ്ബുക്കിലും സ്റ്റാറ്റസ് ആയിട്ടിടാ മുസ്ലിം ഉമ്മമാർ, മുസ്ലിം ഉപ്പമാർ. ആരാണ് ഈ ജന്മദിനാഘോഷം കൊണ്ടുവന്നത്? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മുസ്ലിം സംസ്കാരമാണോ അത്? ഇങ്ങനെ ഓരോ കാര്യം എടുത്തു നോക്കി, എല്ലാ കാര്യത്തിലും 100% ഈ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ പിൻപറ്റുന്നത് ഈ ജൂതരെയാണ്, ഈ ക്രൈസ്തവനെയാണ്. അവർക്കൊന്നും ഈ മില്ലത്ത് അവകാശപ്പെടാനോ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന തക്ബീർ ധ്വനികൾ ഉച്ചരിക്കാനോ അവർക്ക് അർഹതയില്ല. അതൊരു ആദർശത്തിന്റെ പ്രഖ്യാപനമാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നീയാണ് എനിക്ക് വലുത്, എനിക്ക് നീയാണ് വലുത്. എൻ്റെ ജീവിതത്തിൽ ഏതേത് പ്രതിഷേധേത് പ്രയാസങ്ങളുണ്ടോ, ഏതേത് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ടോ, എല്ലാം നീ പറഞ്ഞതുപോലെയാണ്. അല്ല എന്താ പറഞ്ഞത് അതുപോലെ. അതാ ഇബ്രാഹിം നബി, അല്ല പറഞ്ഞു മകനെ ഇറക്കണം. ഒരു സങ്കോചം ഉണ്ടായില്ല, മനസ്സിലൊരു നിലക്കുള്ള സംശയം ഉണ്ടായില്ല. അദ്ദേഹം മകനും കൊണ്ടുപോവുകയാണ്. മകനോടും പറഞ്ഞു എന്നെ അറുക്ക, അള്ളാടെ കൽപ്പന ഉണ്ട്. മകൻ പറയാണ്, ഉപ്പ എന്താണോ അള്ളാടെ കൽപ്പന അതിന് ചെയ്യാ. കൊണ്ടുപോവുകയാണ്, എന്നിട്ട് അറുക്കാൻ തയ്യാറാകുക. അതാ ഇബ്രാഹിം നബിയുടെ മാർഗം. അതുണ്ടോ നമുക്ക്? നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ തക്ബീർ ധ്വനികൾ ഈ അയ്യാമുത്ത ശരീക്കിന്റെ അവസാന ദിവസം വരെ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് ജീവിതമെങ്കിലും നമുക്ക് വരണം, കടന്നു വരണം. അതിൻ്റെ അടുത്തേക്കെങ്കിലും എത്തണം. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം ഉണ്ടാകണം. ആ നിലക്കൊക്കെ നമ്മൾ പരലോകത്തെ ഭയന്നുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. അതാ ഇബ്രാഹിം നബി ആഗ്രഹിച്ചത് പരലോക. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ, ഖുർആനിൽ എത്ര പ്രാർത്ഥനകൾ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വരും തലമുറക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുക അല്ലേ. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകൾ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടവരാണ്. നമ്മുടെ എല്ലാം അവധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആരും വിചാരിക്കണ്ട കുറേ വർഷം ഇനിയും ഇവിടെ ജീവിക്കാൻ കഴിയുമെന്ന്. നമ്മുടെ എല്ലാം അവധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അജലും മുസമ്മ, രേഖപ്പെടുത്തപ്പെട്ട അവധി നമുക്കുണ്ട്. നമ്മുടെ വീട്ടിലെ കലണ്ടറുകളിൽ ആ അവധിയുണ്ട്. നമ്മുടെ മരണത്തിന്റെ ഡേറ്റ്, 6 അടി മണ്ണിലേക്ക് നമ്മൾ യാത്ര പോകും. അതിൻ്റെ അപ്പുറം പ്രിയമുള്ളവരെ ഒരു പുനർജീവിതമുണ്ട്. അതിൻ്റെ അപ്പുറം വിചാരണയുണ്ട്. രഹസ്യങ്ങളും പരസ്യങ്ങളും ചൂഴ്ന്ന് വിചാരണ നടത്തും. പച്ച മനുഷ്യനായി പടച്ച റബ്ബിന്റെ മുന്നിൽ നമ്മൾ നിൽക്കേണ്ടി വരും. അവിടെയും തീരുന്നില്ല. അവിടെ നിന്ന് അങ്ങോട്ട് സ്വർഗ നരകങ്ങളിലേക്ക് ആനയിക്കപ്പെടും. അവസാനം എത്തിപ്പെടുന്നത് ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളിൽ പ്രത്യേകമായി കൊണ്ട് സ്ത്രീകളോട് പറയാണ്, സ്ത്രീകളെ, ഉരീത്തുൽ ജന്ന, ഞാൻ സ്വർഗം കണ്ടു, വഉരീത്തുന്നാർ, നരകവും ഞാൻ കണ്ടു. ആ നരകത്തിൽ അക്സറു അഹ്ലിഹൻ നിസാ, ഏറ്റവും കൂടുതൽ ഞാൻ സ്ത്രീകളെയാണ് നരകത്തിൽ കണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ പഠിപ്പിക്കുക. എന്തേ കാരണമെന്നോ? ബികുഫ്രിഹിന്ന,
അവരുടെ നിഷേധ മനോഭാവമാണ്. എന്ത് നിഷേധ മനോഭാവം? ഭർത്താവ് ചെയ്തിരുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഏതെങ്കിലും ഒരു കാര്യം വെറുപ്പുള്ളത് കണ്ടാൽ അതിനെ മുഴുവൻ നിഷേധിക്കുന്ന ഒരു മാനസിക സമീപനം ആ സ്ത്രീകൾക്കുണ്ടാകുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. യക്ഫുർനൽ അശീറത വയക്ഫുർനൽ ഇഹ്സാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉമ്മമാരെ, സഹോദരിമാരെ, നാളെ പരലോകത്തെ ഭയക്കണം. നരകമെന്ന് പറയുന്നത് സഹിക്കാൻ കഴിയാത്ത തീജ്വാലകളാണ്. സഹിക്കാൻ കഴിയില്ല. മരണമില്ലാത്ത ലോകമാണ്. തൊലി കരിഞ്ഞാൽ മറ്റൊരു തൊലിയെ പകരം നൽകുന്ന ലോകമാണ്. മനുഷ്യനെ ഭീമാകാരനാക്കിക്കൊണ്ട് നരകത്തിലേക്ക് തള്ളപ്പെടും അവിടെ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നരകത്തെയാണ് ഭയപ്പെടേണ്ടത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിൽ ഒരു തുണി നൽകിക്കൊണ്ട് ഈ സഹാബ വനിതകളുടെ അടുത്തുകൂടെ പോയിക്കൊണ്ട് പറയുകയാണ്, സ്ത്രീകളെ, നിങ്ങൾ സ്വതക്ക ചെയ്യുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക. നിങ്ങളെയാണ് കൂടുതൽ നരകത്തിൽ ഞാൻ കണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹാബ വനിതകൾ അവരുടെ കാതു പറിച്ച് അവർ ആ തുണിയിലേക്ക് ഇടുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിലുള്ള തുണികളിൽ ആ രക്തത്തിന്റെ പാടുകൾ, ആ സ്ത്രീകൾ വലിച്ചൂരിയെറിഞ്ഞ ആഭരണത്തിന്റെ അതിൽ പതിഞ്ഞ രക്തപ്പാടുകൾ ആ തുണിയിലുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ നരകത്തെ വല്ലാതെ ഭയപ്പെട്ടവരാണ്. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങൾ നിങ്ങളുടെ അതേ ശരീരത്തെ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകളെ വിളിച്ചുകൊണ്ടാ പറഞ്ഞത്, യാ ഫാത്തിമ ഖിത്അതു ഖബദി, നീ എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ. ഈ ദുനിയാവിൽ നിനക്ക് ആവശ്യമുള്ളത് നീ ചോദിക്കുക. പക്ഷേ പരലോകത്ത് ഈ പിതാവിനോട് നീ ഒന്നും ആവശ്യപ്പെടേണ്ട. അവിടെ ഞാൻ നിസ്സഹായനാണ്. അൻകദി നഫ്സകി മിനന്നാർ, നീ സ്വയം നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതേ ഉമ്മമാരെ, നിങ്ങൾക്ക് വലിയ ബാധ്യതകളുണ്ട്. ഭർത്താവിന്റെ വീടിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ളത്. ഭർത്താവിന്റെ മക്കളുടെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമസ്ഊലത്തുൻ അൻ റഇയതിഹാ, നിങ്ങൾക്ക് നൽകിയ ഉത്തരവാദിത്വം അള്ളാന്റെ കോടതിയിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മക്കൾക്ക് ദീനീ ബോധം ഉണ്ടാക്കി കൊടുക്കാൻ മുന്നിട്ടിറങ്ങേണ്ടത് ഉമ്മമാരാണ്. മക്കൾക്ക് ദീനീപരമായ ചുറ്റുപാടുകൾ അവന്റെ വീട്ടിൽ നൽകാൻ ആ ഉമ്മയുടെ ഉത്തരവാദിത്വമാണ്. അത് ഗൗരവമായി നിങ്ങൾ നിർവഹിക്കുന്നില്ല എങ്കിൽ മരണത്തിന്റെ പുറം പടച്ച റബ്ബിലേക്ക് എത്തിപ്പെടും. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത്, വത്തഖൂ യൗമ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ആ ദിവസത്തിന്റെ പ്രത്യേകത തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നമ്മുടെ ശരീരം തിരിച്ചു കൊണ്ടുപോകുന്ന ദിവസമാണ്. അതേ, കൈകാലുകൾ പരസ്പരം കൂട്ടിക്കെട്ടി, അതേ താടിയും തലയും കൂട്ടിക്കെട്ടി, പ്രിയമുള്ളവരെ, ശരീരത്തിൽ നിന്ന് വിലപിടിപ്പുള്ള എല്ലാം അടിച്ചു മാറ്റി നിസാരമായ 3 തുണിയിൽ പൊതിഞ്ഞ് 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോകുന്ന ഒരു യാത്രയുണ്ട്. അവിടുന്ന് അങ്ങോട്ടുള്ള ഒരു യാത്രയുണ്ട്, വിദൂരമായ യാത്രയാണ്. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് വിശ്വാസികളോട് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് എങ്കിൽ ആ ദിവസത്തെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. പിന്നീടൊന്നും നന്മ ചെയ്യാൻ നമുക്ക് പ്രിയമുള്ളവർ അവസരമുണ്ടാവുകയില്ല. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദാ, ഖുർആൻ പഠിപ്പിക്കുകയാണ്, നീ അങ്ങ് മറിഞ്ഞു വീണാൽ, നിന്റെ ശരീരത്തിൽ നിന്ന് ശ്വാസമറ്റ് നീ അങ്ങ് മറിഞ്ഞു വീണാൽ നിന്റെ സമ്പത്ത് പിന്നെ നിനക്ക് ഉപകാരമില്ല. നിനക്കൊന്ന് വസിയത്ത് ചെയ്യാൻ പോലും പ്രിയമുള്ളവർ അവസരം ഉണ്ടാവുകയില്ല എന്നാ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് പരലോകത്തിന് വേണ്ടി നിങ്ങൾ ദാനം ചെയ്യണം. അള്ളാഹുവിന്റെ അതേ ദീനിന് വേണ്ടി നിങ്ങൾ ദാനം ചെയ്യണം എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാത്തിലും ഇസ്ലാമിക സംസ്കാരം ഉണ്ടാകണം. നമ്മുടെ വീട് പ്രത്യേകിച്ച് ഒരു ഇസ്ലാമികമായ സംസ്കാരത്തിൽ കൊണ്ടുവരാൻ ഉമ്മമാരെ, നിങ്ങൾക്ക് വലിയ ബാധ്യതകളുണ്ട്. നാട്ടിൽ പല നിലക്കുള്ള വിവാഹങ്ങൾ ഉണ്ടാകും, പല നിലക്കുള്ള ആർഭാടങ്ങൾ ഉണ്ടാകും, പല നിലക്കുള്ള പിശാചിന്റെ കുഴലൂത്തുകൾ ഉണ്ടാകും. അവിടെയെല്ലാം ഇസ്ലാമിക സംസ്കാരം പാലിക്കാൻ മുഅ്മിനായ ഓരോ പുരുഷനും മുഅ്മിനത്തായ ഓരോ സ്ത്രീക്കും അവർക്ക് സാധിക്കേണ്ടതുണ്ട്. ഹറാമ് ചെയ്തുകൊണ്ട് പടച്ച റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു കുടുംബ ബന്ധവും നമ്മൾ വെച്ച് പുലർത്തേണ്ടതില്ല. ഹറാമിലേക്ക് വിളിച്ചാൽ മാന്യമായി കൊണ്ട് ഇസ്ലാമിക സംസ്കാരത്തിന് വിരുദ്ധമായ ഒരു വിവാഹ പാർട്ടിയാണെങ്കിൽ ചങ്കൂറ്റത്തോടുകൂടി നട്ടല്ലോടുകൂടി പറയാൻ കഴിയണം,
എന്റെ റബ്ബിന് പൊരുത്തമില്ലാത്ത സദസ്സാണ്, അവിടേക്ക് ഞാൻ വരികയില്ല. അത് ആങ്ങളയുടെ വിവാഹമാകാം, അതേ അനിയത്തിയുടെ വിവാഹമാകാം, ആരുടെ വിവാഹമായാലും പടച്ച റബ്ബിനോടാണ് നമുക്ക് കൂറുള്ളത്, പടച്ച റബ്ബിനോടാണ് നമുക്ക് താല്പര്യമുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നൂറുകണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് തന്റെ ഭാര്യയെയും ഹാജറയെയും മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലെയും കൊണ്ടുവിട്ടുകൊണ്ട് തിരിച്ചു വരികയാണ്. അല്പം വെള്ളവും അല്പം കാരക്കയും അവർക്ക് മുന്നിൽ വെച്ചു കൊടുത്തുകൊണ്ട് ഒന്നും മിണ്ടാതെ തിരിച്ചു പോരുമ്പോൾ ഹാജർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് പടച്ച റബ്ബിന്റെ കൽപ്പനയാണോ? അദ്ദേഹം പറഞ്ഞു, അതെ. എങ്കിൽ എന്റെ റബ്ബ് എന്നെ പാഴാക്കുകയില്ല, എനിക്ക് വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞ ഹാജറമാരുടെ മാതൃക, ആ ഹാജറയുടെ മാതൃക പിൻപറ്റുന്ന ഉമ്മമാർ നമുക്കുണ്ടാകണം, ഭാര്യമാർ നമുക്കുണ്ടാകണം. അള്ളാന്റെ ദീനിലേക്ക് കടന്നു വരാനും അള്ളാന്റെ ദീനിന് പ്രാധാന്യം കൊടുക്കാനും അതിനുള്ള ശേഷിയുള്ള, അതിന് കഴിയുന്ന ഭാര്യമാരും ഉമ്മമാരും സഹോദരിമാരും നമുക്കുണ്ടാകേണ്ടതുണ്ട്. അല്ലാത്തവരൊക്കെ കാനേശ്വാരി മുസ്ലിം എന്നല്ലാതെ, ഇവിടത്തെ SLC ബുക്കിലെ OBC മുസ്ലിം അല്ലാതെ ഇസ്ലാം പഠിപ്പിച്ച മുസ്ലിമായി മാറുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് കുടുംബരംഗം അത് ഇസ്ലാമികവൽക്കരിക്കണം, അറ്റുപോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണം, കുടുംബ സന്ദർശനങ്ങൾ ഉണ്ടാകണം, പരസ്പരം പ്രാർത്ഥനകൾ ഉണ്ടാകണം. ഇന്നലെ നമ്മൾ നോമ്പെടുത്തവരാണ്, പല നന്മകളും നമ്മൾ ഈ ദുൽഹജ്ജ് മാസത്തിൽ ചെയ്തവരാണ്. അല്ലാഹുവേ സ്വീകരിക്കണേ എന്നുള്ള ഒരു പരസ്പരമുള്ള പ്രാർത്ഥന, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് എല്ലാ രംഗത്തും ഇസ്ലാമികമായ ഒരു രീതിയും സംസ്കാരവും സ്വഭാവവും വിശ്വാസങ്ങളും ആചാരങ്ങളും കൊണ്ട് നടക്കുന്നവർ അവരാണ് പ്രഖ്യാപിക്കണം, അവർക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇന്നത്തെ വിദ്യാലയങ്ങൾ, ഇന്നത്തെ കലാലയങ്ങൾ നമുക്കറിയാം, നിരീശ്വരവാദവും ലിബറലിസവും അതിശക്തമായി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അവിടെയെല്ലാം നമ്മുടെ മക്കൾക്ക് നിയന്ത്രണങ്ങൾ കൈവരേണ്ടത് മതം പഠിച്ചുകൊണ്ടായിരിക്കണം. ഒരിക്കലും ഒരു പിതാവിനോ മാതാവിനോ മക്കളുടെ പിറകെ സഞ്ചരിക്കാൻ കഴിയില്ല. അവർ നിയന്ത്രിക്കപ്പെടേണ്ടത് അള്ളാന്റെ കൽപ്പന അത് പാലിച്ചുകൊണ്ടാകണം. മദ്രസകളിലേക്ക് പോലും മക്കളെ വിടാൻ കഴിയാത്ത, ദീന് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് മക്കളെ വിടാൻ കഴിയാത്ത, താല്പര്യമില്ലാത്ത എത്രയെത്ര രക്ഷിതാക്കളാണ്. മാലയും മൗലൂദും റാത്തീബും കുത്തുബിയത്തും അതെല്ലാം പഠിപ്പിക്കപ്പെടുന്ന കലാലയങ്ങളിലേക്ക് വിടാൻ തിക്കും തിരക്കുമാണ്. അവനവന്റെ മക്കൾക്ക് വഴികാട്ടിയാകേണ്ട, അവനവന്റെ മക്കൾക്ക് നന്മയുടെ സന്ദേശങ്ങൾ നൽകേണ്ട ഒന്നാമത്തെ മനുഷ്യൻ മാതാവും പിതാവുമാണെങ്കിൽ മക്കളെ വഴിതെറ്റിക്കുന്ന ഒന്നാമത്തെ വ്യക്തികളായവർ മാറുകയാണ്. അള്ളാന്റെ കോടതിയിൽ അവർ മറുപടി പറയേണ്ടി വരും. ഒരു തലമുറയെ നശിപ്പിച്ചതിന്റെ കാരണക്കാർ സ്വന്തം മാതാവും പിതാവുമായിരിക്കും. അതിന് പടച്ച റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, ദീനാണ് നമ്മളെ നിയന്ത്രിതരാക്കേണ്ടത്. അള്ളാഹ് കാണുന്നുണ്ട്, ആര് കാണുന്നില്ലെങ്കിലും എന്നുള്ള ബോധമാണ് നമുക്കും നമ്മുടെ മക്കൾക്കും ഉണ്ടാകേണ്ടത്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചുറ്റുപാടുകളിൽ എല്ലാ തിന്മകളും നടമാടിക്കൊണ്ടിരിക്കുന്ന, അതെ, നമ്മുടെ ചുറ്റുപാടുകളിൽ സംരക്ഷിതമായി കൊണ്ട് ജീവിക്കാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കുകയുള്ളൂ. ലഹരിയും അതുപോലെയുള്ള പലതും നമ്മുടെ നാടുകളിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തു പോകരുത്. നമ്മൾ ആരും വലിക്കുന്ന പിതാവുണ്ട്, ആ പിതാവ് മകനോട്, മോനെ നീ MDMA അടിക്കണ്ട എന്ന് പറയാൻ അവൻ അർഹതയില്ലാത്ത പിതാവാണവൻ. അതേ, ലഹരി ഉപയോഗിക്കുന്ന പിതാവ് അതിന്റെ ആദ്യത്തെ മാതൃക കാണിച്ചു കൊടുത്തത് ആ പിതാവാണ്. ആ കുട്ടി, ആ പിതാവിന്റെ മക്കളെങ്ങാനും ലഹരി ഉപയോഗിക്കുന്നുവെങ്കിൽ അതിന്റെ ഒന്നാമത്തെ കാരണക്കാരൻ ആ പിതാവാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കുടുംബത്തിലുള്ള മാതാവും പിതാവും ആദ്യം നന്നാകണം, എന്നിട്ട് മക്കളെ ഉപദേശിക്കാൻ അർഹതയുള്ളവരായി മാറുക. ആ നിലക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ഇസ്ലാം ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് അല്ലാഹുവാണ് എനിക്ക് മഹോന്നതൻ, പടച്ച റബ്ബാണ് എനിക്ക് വലുത് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം. അതാണ് ഈ തക്ബീർ ധ്വനികളുടെ ആശയം, ഈ തക്ബീർ ധ്വനികളുടെ ആശയം. അതുകൊണ്ട് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുക. ഇനിയുള്ള 3 ദിവസവും നമ്മൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുക, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. കച്ചവടങ്ങളും ഇടപാടുകളിലും അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും വേഗം അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇണകളിലും സന്താനങ്ങളിലും അള്ളാഹു കൺകുളിർമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.